Okay, so let's discuss about the accounting principle. First of all, ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ പല ടെക്സ്റ്റിൽ പല ടൈപ്പ് ക്ലാസിഫിക്കേഷൻസ് കണ്ടിട്ടുണ്ടാവും. ഓക്കെ, പല ടെക്സ്റ്റ് ബുക്കിൽ പ്രിൻസിപ്പിൾസ്, കൺവെൻഷൻ, കൺസെപ്റ്റ്, അങ്ങനെ പല രീതിയിലാണ് ക്ലാസിഫിക്കേഷൻ. ഇതെല്ലാം ഓതറിന്റെ സൗകര്യാർത്ഥം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓൾട്ടർ ചെയ്തായിരിക്കും പറയുന്നത്. സോ ഒരു ടെക്സ്റ്റ് ബുക്കിൽ കൺസെപ്റ്റ് ആയിട്ട് പറയുന്നത് മറ്റൊരു ടെക്സ്റ്റ് ബുക്കിൽ പ്രിൻസിപ്പിൾ ആയിട്ടായിരിക്കും കാണുന്നത്. റൈറ്റ്? സി, ഇതിന് ക്ലിയർ ആയിട്ടൊരു ഡെഫിനിഷൻ ഉണ്ട്. എന്താണ് കൺസെപ്റ്റ്, എന്താണ് കൺവെൻഷൻ, എന്താണ് പ്രിൻസിപ്പിൾ എന്നുള്ളത്. Okay, so let's discuss about accounting principle. First of all, accounting principle means the basic guidelines for the preparation and for the preparation of accounts. Okay, so we can classify this principle into two categories. That is, first one, accounting concepts. Okay, first one, accounting concept, and the second one, accounting conventions. Both are different, right? So accounting concept means the basic assumption upon which the science of accounting is based. That means it is a basic assumption or the fundamental belief that to be kept in our mind before doing the accounting activity. ഒരു അക്കൗണ്ടിങ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതാണ് അക്കൗണ്ടിങ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ബട്ട് അക്കൗണ്ടിങ് കൺവെൻഷൻ മീൻസ് ദീസ് ആർ ദ കസ്റ്റംസ് ഓർ ദ ട്രഡീഷൻസ് ഓർ the practices that to be followed by an account while preparing the books of accounts or while doing accounting. So accounting convention എന്ന് പറയുന്നത് പ്രാക്ടീസ് ആണ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ അക്കൗണ്ടിങ് വർക്ക് ചെയ്യുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് റൂളുകളാണ്. ഇങ്ങനെ ആയിരിക്കും ഇത് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ബേസിക് ബിലീഫ്, ഒരു വിശ്വാസം, ഒരു അസംഷൻ, റൈറ്റ്? അതാണ് അക്കൗണ്ടിങ് കൺസെപ്റ്റ്. ബട്ട് അക്കൗണ്ടിങ് കൺവെൻഷൻ എന്ന് പറയുന്നത് പ്രാക്ടീസസ്. അതായത് നിങ്ങൾ അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ, യെസ്, ഈ ഒരു ടൈമിൽ നമ്മൾ ഈ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യേണ്ടത്, ഈ ഒരു ടൈം അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. സോ അവിടെ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഒരു പ്രാക്ടീസ് ആണ് അഡോപ്റ്റ് ചെയ്യുന്നത്. ദാറ്റ് പ്രാക്ടീസ് ഈസ് നോൺ ആസ് അക്കൗണ്ടിങ് കൺവെൻഷൻസ്. സോ ഇത് പറയുന്ന കാര്യം രണ്ട് ഡിഫറെന്റ് ആണ്. ബട്ട് പല ടെക്സ്റ്റ് ബുക്കിലും ഈ ഒരു ക്ലാസിഫിക്കേഷൻ ചിലപ്പോഴേ കൊടുത്തിട്ടുണ്ടാവത്തുള്ളൂ. ഓക്കെ, ഞാൻ തന്നെ ഒരുപാട് ബുക്സ് കണ്ടിട്ടുള്ളത് കൊണ്ടാണ് അത് പറയാൻ കാര്യം. ഓക്കെ, സോ ഈ കൺസെപ്റ്റ്സ് ആൻഡ് കൺവെൻഷൻ ഇത് രണ്ടിനെയും കൂടി ഒരുമിച്ചാണ് ബേസിക് ആയിട്ട് പറയുന്നതാണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ. ഓക്കെ, നമുക്ക് ഇനി ഇത് ഡീറ്റെയിൽ ആയിട്ട് പോവാം. ഫസ്റ്റ് ഓഫ് ഓൾ, അക്കൗണ്ടിങ് കൺസെപ്റ്റ്, ദാറ്റ് ഈസ് ദി ബേസിക് അസംപ്ഷൻ. സോ ദീസ് ആർ ദ ബേസിക് അസംപ്ഷൻ ദാറ്റ് ടു ബി കെപ്റ്റ് ഇൻ മൈൻഡ് ബിഫോർ ഡൂയിങ് അക്കൗണ്ടിങ്. ഫസ്റ്റ് വൺ, ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. ഓക്കെ, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ദ ഓണർ ആൻഡ് ദി ബിസിനസ് ആർ ട്രീറ്റഡ് ആസ് ടു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. ഓക്കെ, ഓണർ വേറെ, ബിസിനസ് വേറെ. ശരിയാണ്, ദി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഓണർ ആണ്. ബട്ട് ഫോർ ദി അക്കൗണ്ടിങ് പർപ്പസ് വി ഹാവ് ടു സെപ്പറേറ്റ് ദി ഓണർ ഫ്രം ദി ബിസിനസ്. ഓക്കെ, സോ ഈ ഒരു റൂൾ ഉള്ളത് കൊണ്ടാണ്, ഈ റൂളൊക്കെ നമ്മൾ ആക്ച്വലി ഇപ്പൊ നമ്മൾ നാളെ ടീച്ചേഴ്സ് ആയി നമ്മൾ നാളെ സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കുന്നു. സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കുമ്പോൾ എല്ലാവർക്കും അറിയുമെന്ന് അറിയില്ല, പ്ലസ് വൺ പ്ലസ് ടുവില് എക്സാമിന്, ബോർഡ് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കൺസെപ്റ്റ് എന്ന് ഡയറക്റ്റ് ആയിട്ടല്ല ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ, ഒരിക്കലും എക്സ്പ്ലെയിൻ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് അങ്ങനെ ഡയറക്റ്റ് ആയിട്ടായിരിക്കില്ല ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു രീതിയുണ്ട്. ഒരു സിറ്റുവേഷൻ കൊടുക്കും. ഒരു സിറ്റുവേഷൻ കൊടുത്തു കഴിയുമ്പോൾ ഈ സിറ്റുവേഷനെ പറ്റി ഒരു കമന്റ് എഴുതാനോ അല്ലെങ്കിൽ ഈ സിറ്റുവേഷനിലെ ഏത് കൺസെപ്റ്റ് ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് എന്ന് പറയാനായിരിക്കും ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ദെൻ അതിന്റെ ബി പാർട്ടിലായിരിക്കും എക്സ്പ്ലെയിൻ ദാറ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ എപ്പോഴും ഈ ഒരു ടോപ്പിക്സ് ഒക്കെ, എസ്പെഷ്യലി ഇതൊക്കെ ബേസ് ആണ്, അക്കൗണ്ടിങ്ങിന്റെ ബേസ് ആണ്. ഏതൊരു നമ്മൾ നാളെ ഒരു സ്റ്റുഡന്റിന് പഠിപ്പിച്ച് കൊടുക്കാൻ പാകത്തിന് ഇത് പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ബേസ് ഒക്കെ ഭയങ്കര ക്ലിയർ ആയിരിക്കും. ഓക്കെ, ഓൾമോസ്റ്റ് അറിയാവുന്നതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പൊടി തട്ടിയെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, സോ ബിസിനസ് ഈസ് ട്രീറ്റഡ് ആസ് എ സെപ്പറേറ്റ് യൂണിറ്റ് ഫ്രം ദി ഓണർ and the amount invested by the proprietor, that is capital, is treated as liability. So ഈ ഒരു പ്രിൻസിപ്പിൾ ഉള്ളത് കൊണ്ടാണ് ക്യാപിറ്റലിനെ ലൈബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്, അല്ലെ? ഓണർ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ശരിക്കും അസറ്റ് അല്ലേ? ബിസിനസിന്റെ മൂലധനം എന്ന് പറയുന്നത് ബിസിനസിന് അസറ്റ് ആണ്. ബട്ട് നമ്മളത് ലൈബിലിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ദി എമൗണ്ട് പെയ്ഡ് ഫോർ പേഴ്സണൽ എക്സ്പെൻസസ് ഓർ എമൗണ്ട് വിഡ്രോൺ ബൈ ദി ഓണർ ഫോർ ഹിസ് പേഴ്സണൽ യൂസ്, ഇതാണ് നമ്മൾ പഠിച്ച ഡെഫിനീഷൻ. സോ ദാറ്റ് മീൻസ് ഡ്രോയിങ്സ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ആൻഡ് വി ചാർജ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ക്യാപിറ്റൽ, ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുവാണ്. ഓക്കെ, സോ ഇതെല്ലാം പ്യൂർലി ബേസ്ഡ് ഓൺ
business entity concept. Okay, that is the first one. Second one, going concern concept. We know that business is assumed to have an indefinite life. ബിസിനസിന്റെ ലൈഫ് ഒരിക്കലും എന്താ പറയാ, നമ്മളുടെ അക്കൗണ്ടിങ് ബിസിനസ് ചിലപ്പോൾ 5 കൊല്ലത്തേക്കായിരിക്കാം, ചിലപ്പോൾ ഒരു 2 മാസത്തേക്കായിരിക്കാം, 2 ദിവസത്തേക്കായിരിക്കാം, വാട്ട് എവർ. അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കൺസെപ്റ്റ് ആണത്. അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ നമ്മളുടെ അസംഷൻ എന്തായിരിക്കണം? ബിസിനസിന്റെ ലൈഫ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇതിനൊരു ഇൻഡെഫിനിറ്റ് ലൈഫ് ആണെന്നുള്ളതാണ് നമ്മൾ അസ്യൂം ചെയ്യേണ്ടത്. ഓക്കെ, എന്റർപ്രൈസ് വിൽ നോട്ട് സീസ് ഡൂയിങ് ബിസിനസ്, ഇറ്റ് വിൽ നോട്ട് സെൽ ഓഫ് ഇറ്റ്സ് അസറ്റ്സ് നോർ ലുക്ക് ഫോർ ലിക്വിഡേഷൻ. സോ ഇമ്മീഡിയറ്റ് ആയിട്ട് കമ്പനി വൈൻഡ് അപ്പ് ചെയ്യും എന്ന രീതിയിൽ ആവരുത് ബിസിനസ് അക്കൗണ്ടിങ് ചെയ്യേണ്ടത്. ബിസിനസ് റൺ ചെയ്യുന്ന എങ്ങനെയോ അതൊക്കെ ബിസിനസ് ഓണറിന്റെ പ്രൊപ്പറേറ്ററിന്റെ ഇഷ്ടം, വാട്ട് എവർ. ബട്ട് അക്കൗണ്ടിങ്ങിന്റെ കൺസെപ്റ്റ് ഇതാണ്, റൈറ്റ്? ഇറ്റ് ഈസ് അസ്യൂം ടു ഹാവ് an indefinite life. That is going concern concept. ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും ക്ലാരിറ്റി കുറവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, അപ്പൊ തന്നെ നമുക്ക് ഡീൽ ചെയ്തു പോകാം. The next one, dual aspect concept. Under this concept, for every debit there is a credit. നമ്മൾ പഠിച്ചിട്ടുള്ള മറ്റൊരു സെന്റൻസ് ആണ്. Each and every transaction has two aspects, right? First one receiving aspect, second one giving aspect. A receiving aspect is known as debit and giving aspect is known as credit. So ഈ ഒരു ആസ്പെക്ടിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുന്നത് തന്നെ. ഒരു ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിളിക്കാവുന്നതാണ്, കൺസെപ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാവുന്നതാണ് ഇതിനെ. ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്, ഡ്യുവാലിറ്റി പ്രിൻസിപ്പിൾ, ഇങ്ങനെ പല പേരിൽ ഇത് അറിയപ്പെടും, പല ബുക്കുകളിൽ. ഓക്കെ, സോ ആക്ച്വലി ഇൻ ദിസ് കൺസെപ്റ്റ് there is an equation that capital plus liability is equal to assets. Actually ഇതാണ് അതിന്റെ ബേസ് എന്ന് പറയുന്നത്, റൈറ്റ്? Capital plus liability is equal to asset. This is called accounting equation. Accounting equation എന്താന്നുള്ളത്, റൈറ്റ്? വലിയ വലിയ നെറ്റ് എക്സാം, അതായത് വലിയ കാര്യമായിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന നെറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യനിലൊക്കെ സ്വാഭാവികമായിട്ടും ഇത്ര ചെറിയ ഐറ്റംസ് ഒക്കെ ചോദിക്കാറുള്ളതാണ്. ഓക്കെ, സോ അക്കൗണ്ടിങ് ഈക്വേഷൻ ഏതാന്നുള്ളതൊക്കെ, റൈറ്റ്? സോ ഇത് ഈ ഈക്വേഷൻ തന്നെയാണ് ദ ബേസ് ഓഫ് ബാലൻസ് ഷീറ്റ്. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന പഠിച്ചിട്ടുള്ള ബാലൻസ് ഷീറ്റിന്റെ ബേസ് എന്ന് പറയുന്നത് തന്നെ ഈ അക്കൗണ്ടിങ് ഈക്വേഷൻ ആണ്. ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി ഈസ് ഈക്വൽ ടു അസറ്റ്സ്. ഇതിന് മറ്റൊരു വശം കൂടിയുണ്ട്. ഓക്കെ, ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റീസ്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ ട്രീറ്റഡ് ആസ് ലയബിലിറ്റി. ഇവിടെ കൊടുത്തിരിക്കുന്ന ലയബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് ഔട്ട്സൈഡ് ലയബിലിറ്റി. ഇത് ഇൻസൈഡേഴ്സ് ലയബിലിറ്റി, ഇത് ഔട്ട്സൈഡേഴ്സ് ലയബിലിറ്റി. അതാണ് ആ വ്യത്യാസം. See, both are liabilities, but capital is considered as an insider liability. Capital is the amount invested by the owner. Owner is the insider, but for accounting purpose, he is treated as an outsider. Okay, so അതാണ് അതിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. That is dual aspect concept. Next one, cost concept. Fixed assets are recorded at the cost price and are systematically reduced by the process called depreciation. We know that cost concept, historical cost principle എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ഒരു കൺസെപ്റ്റ് ആണിത്. See, that means all the assets are recorded at their acquisition cost. എല്ലാ അസറ്റ്സും റെക്കോർഡ് ചെയ്യേണ്ടത് acquisition cost. ഓക്കെ, ഫോർ എക്സാമ്പിൾ, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഞാൻ ജസ്റ്റ് എക്സാമ്പിളോട് പറയുന്നു. നമ്മൾ ബിസിനസ്സിലേക്ക് വേണ്ടി ഒരു മോട്ടോർ വാൻ വാങ്ങുന്നു, എന്തെങ്കിലും ഒരു ഡെലിവറി വാൻ വാങ്ങുന്നു. ഓക്കെ, വാന്റെ വാല്യൂ പ്രൈസ് എന്ന് പറയുന്നത് 5 lakh rupees എന്ന് ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്യുക. നിങ്ങളോട് ചോദിക്കുവാണ്, ഇതിപ്പോ നമ്മളോട് വെറുതെ ഒരാൾ ചോദിക്കുക, എത്രയാ വണ്ടിക്ക്, എത്ര രൂപ കൊടുത്തു, വണ്ടിക്ക് എത്ര രൂപ സ്പെൻഡ് ചെയ്തു എന്ന് ചോദിച്ചാൽ അയാൾ എത്ര പറയും? യെസ്, 5 ലക്ഷം രൂപയാണ് വണ്ടിക്ക് സ്പെൻഡ് ചെയ്യുന്നത്, റൈറ്റ്? അല്ലെങ്കിൽ പോട്ടെ, വണ്ടി ഒരു നല്ല എക്സാമ്പിൾ ആണെന്നൊന്നുമില്ല, ഒരു മെഷീൻ ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ഫ്രിഡ്ജ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫിക്സഡ് അസറ്റ് ആണെന്ന് വിചാരിക്കുക. ഞാൻ പറയാം എന്തുകൊണ്ടാണ് അസറ്റ് മാറ്റുന്നുള്ള പിന്നീട് മനസ്സിലാവും. സോ ഈ അസറ്റ് നിങ്ങൾ വാങ്ങുന്നു, അസറ്റിന്റെ വാല്യൂ 5 lakh rupees. ആക്ച്വലി അത് ബിസിനസ്സിലേക്കുള്ള അസറ്റ്. നിങ്ങളൊരു ഫ്രണ്ട് വന്ന് ചോദിക്കുവാണ് എത്ര രൂപയായി അസറ്റിന് എന്ന് ചോദിക്കുവാണ്. സോ നിങ്ങൾ തീർച്ചയായിട്ടും പറയും അതിന് 5 ലക്ഷം രൂപയാണ്. ഓക്കെ, ഫൈൻ. ബട്ട് നിങ്ങൾ അക്കൗണ്ടിങ്ങിൽ ഇതിന് എത്ര രൂപയാണെന്ന് നിങ്ങൾ റെക്കോർഡ് ചെയ്യാൻ പോവുക. 5 ലക്ഷം രൂപ ആയിരിക്കില്ല ഒരു പക്ഷെ റെക്കോർഡ് ചെയ്യുന്നത്. എന്തുകൊണ്ടായിരിക്കും? 5 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ജസ്റ്റ് കോസ്റ്റ് പ്രൈസ്, അതിന്റെ കോസ്റ്റ് മാത്രമാണ് 5 ലക്ഷം എന്ന് പറയുന്നത്. ബട്ട് അക്കൗണ്ടിങ്ങിൽ ഏത് റൂളാ ഫോളോ ചെയ്യേണ്ടത്? ഈ കോസ്റ്റ് കൺസെപ്റ്റ് പ്രകാരം വി ഹാവ് ടു റെക്കോർഡ് ദി അക്വിസിഷൻ കോസ്റ്റ്.
എന്താണ് അക്വിസിഷൻ കോസ്റ്റ്? ദാറ്റ് മീൻസ് അക്വിസിഷൻ കോസ്റ്റിന് ഒരു ഈക്വേഷൻ ഉണ്ട്. കോസ്റ്റ് പ്ലസ് then other transportation expenses plus erection or installation charges. ഇതാണ് അതിന് കോമൺ ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ഈക്വേഷൻ എന്നുള്ളത്. അത് മറ്റേ യൂണിവേഴ്സിറ്റി അക്സെപ്റ്റഡ് ഈക്വേഷൻ ഒന്നുമല്ല, നമ്മളുടെ അക്കൗണ്ടിങ് പർപ്പസിന് പഠിച്ചു പോരാൻ വേണ്ടിയുള്ള ഒരു ഈക്വേഷൻ മാത്രമാണ് അക്വിസിഷൻ കോസ്റ്റ് എന്നുള്ളത്. സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ഒരു ഫിക്സഡ് അസറ്റ് വാങ്ങിയാൽ ആ ഫിക്സഡ് അസറ്റ് വർക്കിംഗ് കണ്ടീഷനിൽ എത്തുന്നത് വരെയുള്ള കോസ്റ്റ്, അതിനെയാണ് അക്വിസിഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ഒരു ഫിക്സഡ് അസറ്റ് വാങ്ങിയാൽ അത് നമ്മളുടെ ഫേമിൽ കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്ത് വർക്കിംഗ് കണ്ടീഷൻ ആക്കണം, റൈറ്റ്? അതുവരെയുള്ള കോസ്റ്റ്. നോർമലി പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ ഈ 3 കാര്യങ്ങളെ വരാറുള്ളൂ. കോസ്റ്റ്, പ്രൈസ്, ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസ്, ദെൻ പ്ലസ് ഇറക്ഷൻ ചാർജ് ഓർ ഇൻസ്റ്റാളേഷൻ എക്സ്പെൻസ്. ഇതൊക്കെയാണ് വരുന്നത്, റൈറ്റ്? സോ ഈ ഒരു കൺസെപ്റ്റ് ആണ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഫിക്സഡ് അസറ്റ് ദാറ്റ് ടു ബി റെക്കോർഡഡ് അറ്റ് ദി ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ഓർ acquisition cost. Okay, and it should be systematically reduced by the process called depreciation. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, ഡിപ്രിസിയേഷൻ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫിക്സഡ് അസറ്റിൽ ഡിപ്രിസിയേഷൻ ഉണ്ടാകും. ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നത് നമ്മളൊക്കെ കാണുന്നതാണ്. ഓക്കെ, ഇത് എന്തുകൊണ്ടാണ് ചാർജ് ചെയ്യുന്നുള്ളതൊക്കെ അടുത്തൊരു കൺസെപ്റ്റിൽ നമ്മൾ ഇനി കാണും. These assets will disappear from balance sheet at the end of their economic life when they have been fully depreciated and sold as scrap. See, ഈ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ജസ്റ്റ് അക്കൗണ്ടിങ് പർപ്പസ്, അതായത് അക്കൗണ്ടിങ്ങിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളത് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഓക്കെ, യഥാർത്ഥ കോസ്റ്റ് കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അക്വിസിഷൻ കോസ്റ്റിൽ റെക്കോർഡ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഇത് നമുക്ക് നോർമലി അറിയാവുന്ന ഡിപ്രിസിയേഷൻ കണ്ടുപിടിക്കുന്നു. എല്ലാ ഫിക്സഡ് അസറ്റിനും ഒരു യൂസ്ഫുൾ ലൈഫ് ഉണ്ടാവും. അറ്റ് ദി എൻഡ് ഓഫ് ഇറ്റ്സ് യൂസ്ഫുൾ ലൈഫ് വി വിൽ സോൾവ് ഇറ്റ് ഔട്ട്, റൈറ്റ്? ദാറ്റ് ഈസ് കോസ്റ്റ് കൺസെപ്റ്റ്. നെക്സ്റ്റ് വൺ, മണി മെഷർമെന്റ് കൺസെപ്റ്റ്. എല്ലാവർക്കും അറിയാം, ഓൺലി മോണിറ്ററി ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, an efficient dedicated manager is definitely an asset to the business, but since the monetary measurement is not possible, it is not shown in the account. നോർമലായിട്ട് അറിയാവുന്ന നല്ല ആത്മാർത്ഥതയുള്ള നന്നായിട്ട് പണിയെടുക്കുന്ന ഒരു മാനേജർ നമ്മുടെ സ്ഥാപനത്തിലുണ്ട്. അയാൾക്ക് എത്ര രൂപ സാലറി കൊടുത്താലും മതിയാവില്ല. അയാൾ നമുക്ക് അത്യാവശ്യമാണ്. നമ്മുടെ ഫേമിന് സംബന്ധിച്ച് അയാൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ അതൊരു അസറ്റ് ആണെന്ന് പറഞ്ഞ അക്കൗണ്ടിങ് കാണിക്കാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ് കനോട്ട് ബി എക്സ്പ്രസ്ഡ് ഇൻ ദി മോണിറ്ററി ടേംസ്. സോ മണി മെഷർമെന്റ് കൺസെപ്റ്റ് അത്രേ പറയുന്നുള്ളൂ. ഓൺലി മോണിറ്ററി ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡ്. അതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. നെക്സ്റ്റ് വൺ, അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ്. ഓക്കെ, സോ അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ് ഇത് എപ്പോഴും പറയുന്നത് ഇങ്ങനെയാണ്. സി, നമ്മളൊരു കൺസെപ്റ്റ് കണ്ടു, ദാറ്റ് ഈസ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്, റൈറ്റ്? അതിൽ നമ്മൾ പറയുന്നത് ബിസിനസ്സിന് ഇൻഡെഫിനിറ്റ് ലൈഫാണ്, റൈറ്റ്? വളരെ സിമ്പിൾ ആയിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് മാത്രമേ വേണമെങ്കിൽ പറയാം ബിസിനസ്സിന്റെ ലൈഫ് എന്ന് പറയുന്നത്. ഈ സ്ട്രെയിറ്റ് ലൈനിന്, അതായത് ഈ സ്ട്രെയിറ്റ് ലൈനിനെ പല സെഗ്മെന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് അക്കൗണ്ടിങ് പീരീഡ്. ഫോർ എക്സാമ്പിൾ, ഒരു 10 കൊല്ലമായിട്ട് നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം ഈ ബിസിനസ് എന്തായാലും ഒരു 10 കൊല്ലത്തേക്ക് എന്തായാലും കണ്ടിന്യൂ ചെയ്ത് പോകും, ഉറപ്പാണ്. എന്ന് വെച്ച് 10 കൊല്ലം കഴിയുമ്പോൾ പ്രോഫിറ്റ് കണ്ടുപിടിച്ചാൽ മതിയോ? 10 കൊല്ലം കഴിയുമ്പോൾ ബിസിനസിന്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്താൽ മതിയാകുമോ? പറ്റില്ല, റൈറ്റ്? സോ നമ്മൾ എന്ത് ചെയ്യണം? ഈ പെർഫോമൻസ് ഇവാലുവേഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രോഫിറ്റ് കാൽക്കുലേഷൻ ഇതെല്ലാം ഫ്രീക്വന്റ് ഇന്റർവെൽസ്, റെഗുലർ ഇന്റർവെൽസിൽ ഇതെല്ലാം നടന്നു വരണം. എങ്കിൽ മാത്രമേ ബിസിനസ്സിൽ ഒരു ഇംപ്രൂവ്മെന്റ് ഉണ്ടാകത്തുള്ളൂ, റൈറ്റ്? സോ ഫോർ ദാറ്റ് പർപ്പസ് we will segment or we will divide the whole period of the business into different segments. ബിസിനസിന്റെ ഹോൾ ലൈഫ് തന്നെ നമ്മൾ പല സെഗ്മെന്റ് ആക്കും. യൂഷ്വലി ആ സെഗ്മെന്റ് എന്ന് പറയുന്നത് 12 മന്ത് പീരീഡ് ആയിരിക്കും, റൈറ്റ്? ഓരോ 12 മാസം കൂടുമ്പോഴും അതായിരിക്കും നോർമലി കേട്ടോ. സെഗ്മെന്റ് ക്ലാസിഫിക്കേഷൻ ഒക്കെ അതൊക്കെ ബിസിനസിന്റെ അവരുടെ ഡിസ്ക്രിപ്ഷൻ ആണ്, അവരുടെ ഓണറിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, സോ വാട്ട് എവർ, അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. പീരീഡ് മീൻസ് ഇറ്റ്സ് ജസ്റ്റ് എ സെഗ്മെന്റ് ഇൻ ദ ലൈഫ് ഓഫ് ദ ബിസിനസ്. ഓക്കെ, ബിസിനസിന്റെ ലൈഫിൽ ചെറിയൊരു സെഗ്മെന്റ് ആണ് അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് വി പ്രിപ്പയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓർ വി കാൽക്കുലേറ്റ് ദി പ്രോഫിറ്റ് ഫോർ ഈച്ച് അക്കൗണ്ടിങ് പീരീഡ്, ഫോർ ഈച്ച് അക്കൗണ്ടിങ് സെഗ്മെന്റ്. ഈ അക്കൗണ്ടിങ് പീരീഡിലേക്ക് വേണ്ടിയായിരിക്കും നമ്മൾ എല്ലായ്പ്പോഴും പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ്. നെക്സ്റ്റ് വൺ, റിയലൈസേഷൻ കൺസെപ്റ്റ്. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം,
recognition എപ്പോഴാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. Revenue is considered earned on the day transfer of goods to customer in exchange of valuable consideration. തീർച്ചയായിട്ടും ഓക്കെ, ഇതില് സി ഈ റവന്യൂ ഈ റിയലൈസേഷൻ കൺസെപ്റ്റിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ റവന്യൂ ഇസ് കൺസിഡേർഡ് ആസ് റെക്കഗ്നൈസ്ഡ് വെൻ the title of the goods or the ownership of the goods is transferred from the seller to the buyer. അതാണ് മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. നമ്മൾ ഡീൽ ചെയ്യുന്ന പ്രോഡക്റ്റിന്റെയോ സർവീസിന്റെയോ ഓണർഷിപ്പ് അല്ലെങ്കിൽ ടൈറ്റിൽ ഇത് എപ്പോഴാണോ സെല്ലറിന്റെ കയ്യിൽ നിന്ന് ബയറിന്റെ കയ്യിലേക്ക് ട്രാൻസ്ഫർ ആവുന്നത് അപ്പോഴാണ് റവന്യൂ ഏൺ ചെയ്തു എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, സി ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതില് വളരെ ഡീറ്റെയിൽ ആയിട്ട്, അതായത് ഈ റവന്യൂ റെക്കഗ്നീഷൻ തന്നെ പിന്നീട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയുന്നുണ്ട് എങ്ങനെയാണ് കുറച്ച് ഓരോ ഈച്ച് ആസ്പെക്റ്റിൽ. ഫോർ എക്സാമ്പിൾ നമ്മൾ ഹയർ പർച്ചേസ് എഗ്രിമെന്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു ഫിക്സ്ഡ് അസറ്റ് വാങ്ങുന്നു, ഇൻസ്റ്റാൾമെന്റ് ബേസിലായിരിക്കും, റൈറ്റ്? നോർമൽ ഇപ്പൊ നമ്മൾ ബജാജ് ഫിനാൻസിന്റേക്ക് EMI എടുക്കുന്ന പോലെ തന്നെ ചിലപ്പോൾ ഒരു ഡൗൺ പേയ്മെന്റ് ഉണ്ടാവും, ദെൻ അതിനുശേഷം EMIs ആയിട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ അത് കറക്റ്റ് ബജാജ് ഫിനാൻസ് എന്ന് ഞാൻ പറയില്ല, ഒരു എക്സാമ്പിൾ അത് മനസ്സിലാൻ വേണ്ടി പറഞ്ഞതേ. സോ ഈ ഹയർ പർച്ചേസ് എഗ്രിമെന്റിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഓണർഷിപ്പ് രണ്ട് മെത്തേഡ് ഉണ്ട്. അതിൽ ഒരു ജസ്റ്റ് കോമൺ ആയിട്ട് ജനറൽ ആയിട്ട് പറയാം, ഹയർ പർച്ചേസ് എഗ്രിമെന്റിൽ ഓണർഷിപ്പ് ഈസ് ട്രാൻസ്ഫേർഡ് ഓൺലി ആഫ്റ്റർ ദി സെറ്റിൽമെന്റ് ഓഫ് ഫൈനൽ ഇൻസ്റ്റാൾമെന്റ്. അവസാനത്തെ ഇൻസ്റ്റാൾമെന്റിലാണ് എന്ത് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, സോ അത്തരം സിറ്റുവേഷനിലേക്ക് എന്ത് ചെയ്യാന്നുള്ളതൊക്കെ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് റവന്യൂ റെക്കഗ്നീഷൻ എന്ന് പറഞ്ഞിട്ട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ ബേസിക്കലി റവന്യൂ ഈസ് കൺസിഡേർഡ് ആസ് റെക്കഗ്നൈസ്ഡ്. ഇത് എപ്പോഴായിരിക്കും റെക്കഗ്നൈസ് ചെയ്യുന്നത്? അറ്റ് ദ ടൈം ഓഫ് ട്രാൻസ്ഫറിങ് ദി ഓണർഷിപ്പ് ഓഫ് ഗുഡ്സ് ഫ്രം ദി സെല്ലർ ടു ദ ബയർ. അപ്പോഴാണ് ഇറ്റ് ക്യാൻ ബി എ ക്യാഷ് സെയിൽ ഓർ ക്രെഡിറ്റ് സെയിൽ ആയിരിക്കാം, ക്യാഷ് സെയിൽ ആയിരിക്കാം, വാട്ട് എവർ. റവന്യൂ റെക്കഗ്നൈസ് ചെയ്ത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഡ്സിന്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നു, റൈറ്റ്? ഇനി ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന മറ്റൊരു ടേം ഉണ്ട്, ദാറ്റ് ഈസ് വാട്ട് യു മീൻ ബൈ റവന്യൂ എന്നുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ചില ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ റവന്യൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റവന്യൂ റെക്കഗ്നേഷൻ പ്രിൻസിപ്പിൾ ഒക്കെ പറയും, അല്ലെങ്കിൽ റിയലൈസേഷൻ കൺസെപ്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ബട്ട് വാട്ട് ഈസ് റവന്യൂ? റവന്യൂ മീൻസ് ദി ഇൻകം ഏൺഡ് ഫ്രം ദി നോർമൽ ബിസിനസ് ആക്ടിവിറ്റി. ഓരോ ഫേംസിനും ഓരോ ബിസിനസ്സിനും അവരുടെ കോർ ആക്ടിവിറ്റി ഡിഫറെന്റ് ആയിരിക്കും, റൈറ്റ്? സോ അവരുടെ കോർ ആക്ടിവിറ്റി എന്താണോ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം ആണ് എന്ത് റവന്യൂ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇപ്പോ മാനുഫാക്ചർ ചെയ്ത് സെല് ചെയ്യുന്ന ഒരു ബിസിനസ് ഫേം ആണെന്ന് വിചാരിക്കുക. പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നു, ദെൻ അത് അവർ സെല് ചെയ്യുന്നു. സോ അവരുടെ മെയിൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇതാണ്, റൈറ്റ്? സോ ഈ സെയിൽസിലൂടെ കിട്ടുന്ന ഇൻകം എത്രയാണോ അതിനെയാണ് റവന്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സോ മറ്റേത് രീതിയിൽ ഇൻകം കിട്ടിയാലും അത് എന്തായിട്ട് കൺസിഡർ ചെയ്യില്ല, റവന്യൂ ആയിട്ട് കൺസിഡർ ചെയ്തില്ല. ഓക്കെ, റവന്യൂ എന്ന വേർഡ് പറഞ്ഞത് കൊണ്ട് മാത്രം എക്സ്പ്ലെയിൻ ചെയ്തു, റൈറ്റ്? നെക്സ്റ്റ് വൺ, മാച്ചിങ് കൺസെപ്റ്റ്. Okay, so matching is very clear that if you want to calculate the profit of the business, profit of an accounting period, we have to match or we have to compare the expense with the revenue of the respective accounting period. ഏത് അക്കൗണ്ടിങ് പീരീഡിലാണോ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, എന്താ ചെയ്യേണ്ടത്? എക്സ്പെൻസും ഇൻകവും തമ്മിൽ കമ്പയർ ചെയ്യുക. ഓക്കെ, സോ അത് നോർമലി നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട്, P&L അക്കൗണ്ട് ഇതിലെല്ലാത്തിനും ചെയ്യുന്നത് തന്നെയാണ്. ഈ മാച്ചിങ് കൺസെപ്റ്റാണ് ചെയ്യുന്നത്, അല്ലേ? ഒരു സൈഡിൽ എക്സ്പെൻസ് എഴുതും, ഒരു സൈഡിൽ ഇൻകം എഴുതും. ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്തു, അതിനെയാണ് ഈ കമ്പാരിസൺ ഉദ്ദേശിക്കുന്നത്. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുന്നു, ഡിഫറൻസ് കിട്ടുന്നത് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്. സോ ഇതാണ് മാച്ചിങ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് അക്കൗണ്ടിങ് കൺസെപ്റ്റ് മാത്രമല്ല, നോർമലി ഏതൊരു പേഴ്സണൽ ലൈഫ് എടുത്താലും ഇത് തന്നെയാണ്. പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന്റെ ബേസിക് റൂൾ ഇതാണ്. ഓക്കെ, ഇൻകം മൈനസ് എക്സ്പെൻസ്, റൈറ്റ്? ഇതാണ് മാച്ചിങ് കൺസെപ്റ്റ്. സോ ഇത്രയും കാര്യങ്ങളാണ് കൺസെപ്റ്റ് എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് അക്കൗണ്ടിങ് കൺവെൻഷൻ. സി, ഇവിടെയാണ് ഈ വരുന്ന ഡിഫറൻസ് വരുന്നത്. ഇനി പറയുന്ന 4 കാര്യങ്ങൾ, കൺസിസ്റ്റൻസി, ഫുൾ ഡിസ്ക്ലോഷർ, കൺസർവേറ്റിസം, മെറ്റീരിയാലിറ്റി, ഈ കാര്യങ്ങളെല്ലാം എന്ന് പറയുന്നത് ദീസ് ആർ ദി പ്രാക്ടീസസ് ദാറ്റ് ടു ബി ഫോളോഡ് വൈൽ ഡൂയിങ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് ചെയ്യുന്ന സമയത്ത് ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതെല്ലാം. ഓക്കെ, ഫസ്റ്റ് വൺ, convention of consistency. Accounting method and policies remain same,
from one period to another. Circumstance changes become necessary, so the change should be stated clearly. See, ഇതില് കൺസിസ്റ്റന്റ് ആകുക, റൈറ്റ്? നമ്മളൊരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഫോർ എ ഫ്യൂ ഇയേഴ്സ് എങ്കിലും നമ്മൾ ആ മെത്തേഡ് കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്യണം. ഓക്കെ, കംപ്ലീറ്റ് ബിസിനസിന്റെ ലൈഫ് ഫുള്ള് വേണമെന്ന് പറയത്തില്ല, അറ്റ്ലീസ്റ്റ് ഫ്യൂ ഇയേഴ്സ്, റൈറ്റ്? ഞാൻ ബേസിക് ആയിട്ടുള്ള എക്സാമ്പിൾ പറയാം. സപ്പോസ് ആക്ച്വലി അറിയാവുന്നൊരു കാര്യമാണ്, there are two techniques for charging depreciation on fixed asset. First one, fixed line method, then I forgot the name. Yeah, fixed straight line. First one straight line method, then second one diminishing balance method. അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു, ഞാൻ പേര് മറന്നുപോയി. ഓക്കെ, സോ ഈ രണ്ട് മെത്തേഡ് ആണ് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നത്, റൈറ്റ്? സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അതാ ബിസിനസ് ചൂസ് ചെയ്യും. സോ നിങ്ങൾ ഫോളോ ചെയ്തത് എന്താണ്? സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആണെന്ന് വിചാരിക്കുക. അണ്ടർ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ദ ഡിപ്രിസിയേഷൻ ഡിപ്രിസിയേഷൻ ഓഫ് ഈച്ച് ഇയർ വിൽ ബി സെയിം. ഫസ്റ്റ് ഇയറിൽ കാൽക്കുലേറ്റ് ചെയ്ത കംപ്ലീറ്റ് ഇയറിലെ ഡിപ്രിസിയേഷൻ എത്രയാണ്, അത് തന്നെ ആയിരിക്കും എല്ലാ വർഷത്തെയും ഡിപ്രിസിയേഷൻ. ഓക്കെ, ഇൻ ദി എൻറ്റയർ ലൈഫ് ഓഫ് ദി അസെറ്റ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു ഫിക്സഡ് അസെറ്റ് വാങ്ങുന്നു. ഫിക്സഡ് അസെറ്റ് ഒരു 10 കൊല്ലം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അസെറ്റ് ആണ് വാങ്ങുന്നത്. ഓക്കെ, 5 ലക്ഷം രൂപയാണ് ഫിക്സഡ് അസെറ്റ്, റൈറ്റ്? അതിന്റെ 10% ആണ് നിങ്ങൾ ഡിപ്രിസിയേഷൻ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ എവറി ഇയർ യു ഹാവ് ടു ഡിഡക്ട് an amount of rupees 50,000 as depreciation from the value of the asset. Okay, so ഇങ്ങനെ എല്ലാ വർഷവും 50,000 ഡിഡക്ട് ചെയ്യണം. ഇതിനെയാണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറയുന്നത് കേട്ടോ. ഒരു 2 കൊല്ലം 3 കൊല്ലം കഴിഞ്ഞു. 3 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്നൊരു ബോധോദയം ഉണ്ടായിട്ട് പറയും, ഓക്കെ വേണ്ട, അടുത്ത കൊല്ലം തൊട്ട് 4ാമത്തെ കൊല്ലം, ഇനിയുണ്ട് 7 കൊല്ലം, അടുത്ത കൊല്ലം തൊട്ട് ബാക്കിയുള്ള ഇനി 7 കൊല്ലം നമുക്ക് അടുത്ത മെത്തേഡ് എടുക്കാം. ആദ്യത്തെ 3 കൊല്ലം നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ എടുത്തു, ഇനി അടുത്ത കൊല്ലം നമുക്ക് ഡിമിനിഷിങ് എടുക്കാം. ഓക്കെ, സി ഒരിക്കലും അങ്ങനെ എടുക്കരുത് എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് നമ്മൾ ഇവിടെ ആദ്യം അഡോപ്റ്റ് ചെയ്ത ഒരു ടെക്നിക്ക്, ഒരു മെത്തേഡ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആണ്. അറ്റ്ലീസ്റ്റ് ആ ടെക്നിക്ക് ആ പെർട്ടിക്കുലർ ഫിക്സഡ് അസെറ്റിന്റെ യൂസ്ഫുൾ ലൈഫ്, അതായത് അറ്റ്ലീസ്റ്റ് ആ 10 വർഷമെങ്കിലും ആ അസെറ്റ് അതേ മെത്തേഡിൽ കാണിക്കുക. ഓക്കെ, സോ അതിനെയാണ് കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്യണം എന്ന് പറയുന്നത്. സോ ഈ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ പ്രാക്ടീസ്, നോട്ട് ആൻ അസംഷൻ. ഇതൊരിക്കലും മുന്നേ അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ല, ഇത് അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതാണത്. ഓക്കെ, സോ പിന്നെ കാര്യം ശരി, ഇങ്ങനെയൊക്കെ റൂൾ ഉണ്ടെങ്കിലും ചില സിറ്റുവേഷൻ ചേഞ്ചസ് ഒക്കെ വരുമ്പോൾ ആവശ്യമായിട്ടുള്ള ചേഞ്ചസ് വരുത്താം. ഓക്കെ, സി അക്കൗണ്ടിങ്ങിനകത്ത് വേണ്ട ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. സിറ്റുവേഷൻ നമുക്ക് ചിലപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. സോ സിറ്റുവേഷൻ അതാണ് ഡിമാൻഡ് ചെയ്യുന്നതെങ്കിൽ സോ ആവശ്യമായിട്ടുള്ള ചേഞ്ചസ് വരുത്താം. ഓക്കെ, സോ അങ്ങനെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുവാണെങ്കിൽ അത് വ്യക്തമായിട്ട് അക്കൗണ്ടിങ്ങിൽ കാണിച്ചിരിക്കണം, റൈറ്റ്? സി ഇപ്പൊ നമ്മൾ പ്രോബ്ലം ചെയ്യുവാണെങ്കിലും, പ്രോബ്ലത്തിൽ അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും ഇല്ലെങ്കിലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സോ ചെയ്യുവാണെങ്കിൽ നമ്മൾ ചില ഫുട് നോട്ട് കൊടുക്കുകയല്ലേ, അതേപോലെ തന്നെ അക്കൗണ്ടിങ് ബുക്സിൽ നമ്മളത് വ്യക്തമായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. ഇന്ന് എന്താണ് ആ ചേഞ്ചസ്, അതിന്റെ റീസൺ എന്തുകൊണ്ടാണെന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് കാണിച്ചിരിക്കും. സോ ദിസ് ഈസ് ദി കൺവെൻഷൻ ഓഫ് ഓർ ദി പ്രാക്ടീസ് ഓഫ് കൺസിസ്റ്റൻസി. The next one, full disclosure. All the material facts should be disclosed. ഒരൊറ്റ കാര്യം പറയുന്നുള്ളൂ, എല്ലാവിധ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. ഓക്കെ, ബിക്കോസ് കാര്യം എന്താണ്, ഇതിൽ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, റൈറ്റ്? സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരാന്നറിയാം? ദാറ്റ് മീൻസ് ഡിഫറെന്റ് പാർട്ടീസ് interested in the business or users of accounting information. ഇവരാണ് ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഒരുപാട് പേരുണ്ട്. എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ഓരോരോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നില്ല. ഒരൊറ്റ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ, ട്രേഡിംഗ് അക്കൗണ്ട്, പി ആൻഡ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ബേസിക് ആയിട്ട്. ഓക്കെ, സോ ഈ ഒരൊറ്റ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് തന്നെ നിങ്ങൾ ഈ പറഞ്ഞ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യണം, റൈറ്റ്? സോ അതിന് എല്ലാവരും സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചില ഇൻഫർമേഷൻ ഹൈഡ് ചെയ്ത് വെക്കുക, ചിലത് മാത്രം എന്താ പറയാ ഹൈലൈറ്റ് ചെയ്ത് വെക്കുക, അങ്ങനെയുള്ള ആ ഒരു പ്രാക്ടീസ് ഫോളോ ചെയ്യരുത്. പിന്നെ എന്ത് ചെയ്താൽ ഈ ഒരു ഒറ്റ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ എന്ന എല്ലാ യൂസേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ
You have to follow this principle. That means you have to disclose all the relevant and material facts. Okay, എല്ലാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്താൽ മാത്രം മതിയാകും. എല്ലാവരും ഹാപ്പി ആയിക്കോളും. Okay, so this is the practice of full disclosure. And the next one, convention of conservatism. എല്ലാവർക്കും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. That means we should not anticipate the future loss, but should provide for future. We should not anticipate for the future profit. The losses are recorded when they are expected to occur. Right? തീർച്ചയായിട്ടും നമ്മൾ ഫ്യൂച്ചർ ലോസ് അല്ലെങ്കിൽ എക്സ്പെൻസുകൾ ഇതെല്ലാം നമ്മൾ മുൻകൂട്ടി കാണാൻ ശ്രമിക്കുക. ബട്ട് ഫ്യൂച്ചറിൽ ഒരു ഗെയിൻ ഉണ്ടാവുന്ന ഉറപ്പുണ്ടെങ്കിൽ കൂടിയും അത് റെക്കോർഡ് ചെയ്യരുത്. അതാണ് അതിന്റെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ഡൺ ടു assets and revenue are not overstated. Yes, അടുത്ത കൊല്ലം എനിക്ക് എന്തായാലും 2 ലക്ഷം രൂപ ലാഭം കിട്ടും, ഉറപ്പ്, കൺഫേം. ബട്ട് ഒരിക്കലും അത് അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യരുത്. ഓക്കെ, സോ ബട്ട് ലോസിന്റെ അല്ലെങ്കിൽ ഒരു എക്സ്പെൻസിന്റെ കേസ് വരുവാണെങ്കിൽ ഒരിക്കലും നമ്മൾ നോക്കുക, തീർച്ചയായിട്ടും ഓക്കെ നമ്മളൊരു ക്രെഡിറ്റ് സെയിൽ നടത്തി ഫോർ ₹2 lakh. കസ്റ്റമർ ഡെറ്റേഴ്സ് എന്നുള്ള ഒരു ഐറ്റം ബാലൻസ് ഷീറ്റിൽ കയറി വരും. റൈറ്റ്, ക്രെഡിറ്റ് സെയിൽ നടത്തിയപ്പോൾ. സോ ഈ ഔട്ട് ഓഫ് ദിസ് 2 lakh നമുക്കൊരു ചെറിയൊരു ഡൗട്ട്, എന്താ ഒരു ₹1 lakh സംതിങ് അല്ലെങ്കിൽ അതിലൊരു 50,000 rupees സംതിങ് കിട്ടാതിരിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഡ് ഡെറ്റ് ആകാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെയുള്ളത് നമുക്ക് എന്ത് വിളിക്കാം? ഡൗട്ട്ഫുൾ ഡെറ്റ് എന്ന് വിളിക്കാം. റൈറ്റ്, നോർമലി ഡെറ്റേഴ്സ് എന്ന് പറയുന്ന ടേമിനെ 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഗുഡ് ഡെറ്റ്, ഡൗട്ട്ഫുൾ ഡെറ്റ്, ബാഡ് ഡെറ്റ്. ഗുഡ് ഡെറ്റ് എന്ന് പറയുന്നത് നോർമൽ, തീർച്ചയായിട്ടും എമൗണ്ട് കൺഫേം ആണ്. കൺഫേം മീൻസ് കിട്ടും, എക്സ്പെക്ട് ചെയ്യുന്നു. ദെൻ ഡൗട്ട്ഫുൾ മീൻസ് ഡൗട്ട്ഫുൾ ആണ്, സംശയമാണ്, ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടില്ല. റൈറ്റ്. തേർഡ് വൺ ബാഡ് ഡെറ്റ്, ഉറപ്പാണ് കിട്ടില്ല. ഓക്കെ, സോ ബാഡ് ഡെറ്റ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് ചെലവാണ്, നഷ്ടമാണ്, പ്രശ്നമാണ് ബിസിനസ്. റൈറ്റ്. സോ ഇത്തരത്തിലുള്ള ഡൗട്ട്ഫുൾ ഡെറ്റോ ബാഡ് ഡെറ്റോ വരും എന്ന് തോന്നിയാൽ തന്നെ വി വിൽ ക്രിയേറ്റ് പ്രൊവിഷൻ. പ്രൊവിഷൻ എന്നുള്ള ഒരു ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്നത് തന്നെ ഈ പ്രിൻസിപ്പിളുടെ ബേസിലാണ്, conservatism. Okay, we create provision for doubtful debts, we create provision for bad debt. ഇതിനൊക്കെ വേണ്ടി നമ്മൾ കുറച്ച് എമൗണ്ട് മാറ്റി വെക്കുന്നുണ്ട്. മീനിങ് എന്താ? ഇത്രയേ ഉള്ളൂ. ഫ്യൂച്ചറിൽ സപ്പോസ് ഇത് സംഭവിച്ചാൽ, നമുക്കറിയില്ല, ചിലപ്പോൾ ലോസ് ചിലപ്പോൾ ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം, വാട്ട് എവർ. ഫ്യൂച്ചറിൽ ഉണ്ടായില്ലെങ്കിൽ സന്തോഷം, ഉണ്ടായാൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ അഫക്ട് ദി ഫങ്ഷനിങ് ഓഫ് അവർ ബിസിനസ്. ഓക്കെ, സോ അത് ഉണ്ടാകാതിരിക്കാൻ എന്ത് ചെയ്യാം? ബെറ്റർ ടു set aside a portion from the profit. ഒരു പ്രോഫിറ്റിന് കുറച്ച് ഭാഗം പ്രൊവിഷൻ എന്ന് പറഞ്ഞ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ പ്രശ്നം ഒരു പരിധി വരെ സോൾവ് ആകും. ഓക്കെ, സോ ഇതെല്ലാം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? കൺസർവേറ്റിസം. അതേപോലെ മറ്റൊരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ എല്ലായ്പ്പോഴും, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വി കാൽക്കുലേറ്റ് ഡിപ്രിസിയേഷൻ ഫോർ ഫിക്സഡ് അസെറ്റ്. റൈറ്റ്, നമുക്ക് കൃത്യമായിട്ട് അറിയാം ഫിക്സഡ് അസെറ്റിന്റെ നോർമലി എല്ലാ ഫിക്സഡ് അസെറ്റും ലൈഫ് ലോങ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഏതൊരു ഫിക്സഡ് അസെറ്റ് ആയാലും അതിന് എന്തുണ്ട്? ഒരു യൂസ്ഫുൾ ലൈഫ് ഉണ്ട്. ഓക്കെ, ആ യൂസ്ഫുൾ, അതായത് യൂസ്ഫുൾ ലൈഫ് മീൻസ് അതിനുശേഷം ഉപയോഗിക്കാം. ബട്ട് യൂസ്ഫുൾ ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നഷ്ടം വരാതെ ബെനിഫിറ്റോട് കൂടി അല്ലെങ്കിൽ ഏറ്റവും നന്നായി ഒപ്റ്റിമം യൂസ് നടത്താൻ പറ്റുന്ന പീരീഡ്, അതാണ് ഈ പറഞ്ഞ യൂസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു ഒപ്റ്റിമം യൂസ് നടത്തണം. അതിനുവേണ്ടി ഒരു എക്സാമ്പിൾ ഒരു 10 years ആണെന്ന് വിചാരിക്കുക. അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യും? ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യും. ദാറ്റ് മീൻസ് ആഫ്റ്റർ ദാറ്റ് യൂസ്ഫുൾ ലൈഫ് നമ്മൾ എന്ത് ചെയ്യണം? ഈ അസറ്റ് നമ്മൾ സ്ക്രാപ്പ് വാല്യൂലോ കിട്ടുന്ന എന്തെങ്കിലും അല്ലെങ്കിൽ ചെറുപ്പം വെറുതെ ആണെങ്കിലും ഡിസ്മാൻഡിൽ ചെയ്ത് കളയണം. ഒന്നുകിൽ ഡിസ്മാൻഡിൽ ചെയ്യണം, അല്ലെങ്കിൽ ഇത് നമ്മൾ വിറ്റ് കളയണം. ബിക്കോസ് എന്താ, ആ അസറ്റിന് ശേഷം അടുത്ത യൂസ്ഫുൾ അസറ്റ് വാങ്ങേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, സോ അതിനു വേണ്ടി തീർച്ചയായിട്ടും അസറ്റിന് സംഭവിക്കുന്ന ഒരു എക്സ്പെൻസ് ആണ്, അല്ലെങ്കിൽ നോർമൽ ബിസിനസ് സംഭവിക്കുന്ന ഒരു എക്സ്പെൻസ് ആണ് ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. ഡിപ്രിസിയേഷൻ ആക്ച്വലി ഡിപ്രിസിയേഷൻ എന്ന് പറയുന്ന ഒരു ക്യാഷ് ഐറ്റം ഒന്നുമല്ല. ഡിപ്രിസിയേഷൻ എന്നൊരു ചെലവ് ഉണ്ടാകുന്നതുകൊണ്ട് നമ്മുടെ ബിസിനസ്സിൽ ക്യാഷ് ഫ്ലോ ഒന്നും സംഭവിക്കുന്നില്ല. ക്യാഷ് പോകുന്നുണ്ടോ? ഇല്ല, ക്യാഷ് ഒന്നും പോകുന്നില്ല. പക്ഷേ എന്നിട്ട് നമ്മൾ ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞ് ഡെബിറ്റ് സൈഡ് ഓഫ് P&L അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് ആൻ എക്സ്പെൻസ്. റൈറ്റ്, ഫ്യൂച്ചറിനെ വെച്ച് ചിന്തിക്കുന്നതുകൊണ്ട് തന്നെയാണ് അത് ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം ലാൻഡ് എന്ന് പറയുന്ന ഒരു ഫിക്സഡ് അസറ്റിൽ അപ്രിസിയേഷൻ ഉണ്ടായി. ഓക്കെ, ലാൻഡ് എന്ന് പറയുന്ന ഒരു ഫിക്സഡ് അസറ്റിന് അപ്രിസിയേഷൻ ഉണ്ടായി. പക്ഷെ ഇതൊരിക്കലും
അക്കൗണ്ടിങ്ങൾ റെക്കോർഡ് ചെയ്യുന്നില്ല. ചില എക്സെപ്ഷൻ കേസിലൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പാർട്ട്ണർഷിപ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ റീവാല്യൂ ചെയ്യുന്ന അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് ഒക്കെ റീവാല്യൂ ചെയ്യുന്ന സമയത്തൊക്കെ ഓക്കെ ഇതൊക്കെ റെക്കോർഡ് ചെയ്യും, അപ്രിസിയേഷൻ കൺസിഡർ ചെയ്യും. അതല്ലാതെ നോർമൽ സിറ്റുവേഷനിൽ അപ്രിസിയേഷൻ എപ്പോഴാണ് റെക്കോർഡ് ചെയ്യുന്നത്? അറ്റ് ദ ടൈം ഓഫ് സെയിൽ ഓഫ് ലാൻഡ്. അത് വിൽക്കുന്ന സമയത്ത് മാത്രമേ റെക്കോർഡ് ചെയ്യൂ. ലാൻഡിന്റെ വാല്യൂ കൂടിയെന്ന് കൺഫേം ആണ്, ബട്ട് ഒരിക്കലും അത് റെക്കോർഡ് ചെയ്യുന്നില്ല. സോ അതാണ് അതിന്റെ എക്സാമ്പിൾ. ഓക്കെ, കൺസർവേറ്റിസം. ആൻഡ് ദ ലാസ്റ്റ് വൺ, കൺവെൻഷൻ ഓഫ് മെറ്റീരിയാലിറ്റി. നേരത്തെ ഒരു പറഞ്ഞ ഒരു പ്രിൻസിപ്പിളിന്റെ കണ്ടിന്യൂഷൻ ആണ്. ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വി ഹാവ് ടു ഡിസ്ക്ലോസ് ദി മെറ്റീരിയൽ ഫാക്ട്സ്. എന്താണ് മെറ്റീരിയൽ ഫാക്ട്സ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഈ കൺസെപ്റ്റ്, ഈ ഒരു പ്രിൻസിപ്പിൾ, കൺവെൻഷൻ ഓഫ് മെറ്റീരിയാലിറ്റി. Actually, simply the materiality or material facts or material information means those information which affects, which influence the financial aspects of the business. ബിസിനസിന്റെ ഫിനാൻഷ്യൽ ആസ്പെക്ടിനെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏതൊരു കാര്യവും മെറ്റീരിയൽ ആണ്. ഓക്കെ, ദ ഫേം നീഡ് നോട്ട് റെക്കോർഡ് ഇമ്മെറ്റീരിയൽ ആൻഡ് ഇൻസിഗ്നിഫിക്കന്റ് ഐറ്റംസ്. അതിന്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് മെറ്റീരിയാലിറ്റിയിൽ വ്യക്തമായിട്ട് പറയുന്നത്. ഓക്കെ, സോ ഗൈസ് ഇത്രയാണ് ഇതിന്റെ ബേസിക് ആയിട്ട് പറയുന്ന അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് ആൻഡ് കൺവെൻഷൻ.